നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിപുലമായ പരിപാടികൾ ഒഴിവാക്കി. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സാന്ത്വനവുമായി MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ 300 വീട്ടുകാർക്ക് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് സ്വാതന്ത്ര്യദിനം സന്ദേശം നൽകി. PD ജോസ്, രവി നമ്പൂതിരി, സോയി കോലഞ്ചേരി, നിർമ്മൽ പാത്താടൻ, ഷീല ജോസ്, KR പ്രേമ, ഷേർലി ജോയ് എന്നിവർ പ്രസംഗിച്ചു. മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ ബിജു, സാബു പോൾ, നബീസത്ത് ജലീൽ, സെക്രട്ടറി, മറ്റു ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം മാള പോലീസ് സ്റ്റേഷനിൽ സമുചിതമായി ആഘോഷിച്ചു. SHO സജിൻ ശശി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SI ശ്രീനിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ നാഷണൽ സല്യൂട്ട് നൽകി. തുടർന്ന് മധുര വിതരണം നടന്നു. മാള മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് AA അഷ്റഫ് പതാക ഉയർത്തി. ഇമാം സുബൈർ മന്നാനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. AA അബ്ദുൽ നാസർ, NK സൈഫുദ്ദീൻ, MI മസൂദ് എന്നിവർ പ്രസംഗിച്ചു. ആൽഫ പാലിയേറ്റീവ് മാള ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം പതാക ഉയർത്തി. AA അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നിസ അഷ്റഫ്, ലിസി ജോണി, KK ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ റിട്ടയർഡ് ഹവിൽദാർ ജേക്കബ് പരിക്കാടൻ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് VA നദീർ, ആന്റണി പയ്യപ്പിള്ളി, TS ഷാജി, ജിജോ അരിക്കാടൻ, യുധി മാസ്റ്റർ, അഡ്വക്കേറ്റ് അരുൺ രാജ് PS, സുഭാഷ്, രവി ചോമാട്ടിൽ, PC ബാബു, ജെറോം, സുരേഷ് ആനപ്പാറ, സുകേഷ് ആനപ്പാറ, ജമാൽ അറക്കൽ എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ഇടവക കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വനിതാ ഡോക്ടറെ അഷ്ടമിച്ചിറയിൽ വെച്ച് തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയും ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. തിങ്കളാഴ്ച ഇവിടെ വനിതാ ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ പരിസരത്തുള്ള 26ഓളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. വെറ്റിനറി സർജൻ രാഖി രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി.
സീനിയർ വെറ്റിനറി സർജൻ KS സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വരുന്നത്. കോഴിക്കോട് നിന്നെത്തിയ പരിശീലനം ലഭിച്ച സംഘമാണ് 26ഓളം നായ്ക്കളെ പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലായി 1000ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ 165 നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി അഷ്ടമിച്ചിറ പരിസരത്ത് 26 നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകി. പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വിൽപ്പനശാലകൾ ഉള്ളതാണ് ഇവിടെ തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മീഡിയ ടൈം, മാള. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സാന്ത്വനവുമായി MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ 300 വീട്ടുകാർക്ക് MLAയുടെ നേതൃത്വത്തിൽ അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ചാലക്കുടിയിലെ പല കുടുംബങ്ങളെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. ചാലക്കുടി നഗരസഭ പരിയാരം, മേലൂർ, കാടുകുറ്റി, കൊരട്ടി എന്നിവിടങ്ങളിലായി 300ഓളം വീടുകളിലാണ് ഇത്തവണ വെള്ളം കയറി എല്ലാം നഷ്ടമായത്. പരിയാരം മംഗലൻ നഗർ, മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാടം നഗർ, ശാന്തിപുരം ഡിവൈൻ നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ 2019 സമാനമായ രീതിയിലാണ് നാശനഷ്ടം സംഭവിച്ചത്. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പായ, ബെഡ്ഷീറ്റ്, തലയിണ, ചവിട്ടി, ചൂൽ, അരി ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും അടങ്ങുന്ന കിറ്റുകളാണ് നൽകിയത്. MLAയുടെ ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂൾ, മറ്റു സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെയാണ് വീടുകളിലേക്ക് കിറ്റുകൾ നൽകിയത്. മേലൂർ ശാന്തിപുരം ഡിവൈൻ നഗറിലും എരുമപ്പാടം നഗറിലും നടന്ന കിറ്റുകളുടെ വിതരണം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ക്രസന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. മേലൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PS സാബു, ഷീജ പോളി, ജാൻസി പൗലോസ്, റിൻസി രാജേഷ്, ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NC തോമസ്, ഷാജൻ മാടവന, നേതാക്കളായ സ്വപ്ന ഡേവിസ്, പോൾ നെറ്റിക്കാടൻ, ലിൻസൺ പന്തല്ലൂക്കാരൻ, ജോസഫ് ആട്ടോക്കാരൻ, ആൻഡു ഉദുപ്, വിൽസൺ പാലാട്ടി, തോമസ് കണ്ണമ്പിള്ളി, GB പോൾ എന്നിവർ നേതൃത്വം നൽകി. കൂടപ്പുഴയിൽ നഗരസഭാ കൗൺസിലർ സൂസി സുനിലിന്റെയും VR പുരത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബുവിന്റെയും പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പനും, കാടുകുറ്റി പഞ്ചായത്തിൽ തോമസ് I കണ്ണത്തിന്റെയും പരിയാരത്ത് പ്രിൻസ് മാസ്റ്ററുടെയും നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളായ വാഴക്കാലയിൽ അഷ്കർ, പേ ബസാർ വാക്കാട്ട് വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്യം വാങ്ങാൻ പണം ചോദിച്ചു കൊടുക്കാതിരുന്നതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. ഇക്കഴിഞ്ഞ 9-ന് മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിലുള്ള വിരോധത്താൽ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഷ്റഫ് മുഡാലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് തടയാൻ ശ്രമിക്കുകയും മകൻ മുറാദിനെ കമ്പിവടി കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു പ്രതികൾ ചെയ്തത്. കുട്ടിയുടെ തലയുടെ പുറകുവശത്ത് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. സംഭവത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയായ മുനീർ മാലിക് എന്നയാൾക്കും പരിക്കുപറ്റി. പ്രതികളായ വാഴക്കാലയിൽ അഷ്കർ, വാക്കാട്ട് വിഷ്ണു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയായ അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. കേസിലെ മറ്റു പ്രതികളായ ജിഷ്ണു, മുഹമ്മദ് ഉണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ അരുൺ BKയുടെ നേതൃത്വത്തിൽ SI സാലിം K, കശ്യപൻ, ASI മിനി, CPOമാരായ സനോജ്, അനസ്, സജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സ്ത്രീധന പീഡന കേസിലെ പ്രതി വർഷങ്ങൾക്കു ശേഷം പിടിയിൽ. കളമശ്ശേരി മധുരവേലി ഷിംജിത്താണ് പിടിയിലായത്. 2017-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ ഭാര്യയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയുമായിരുന്നു. പലവട്ടം കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾ അഷ്ടമിച്ചിറ പറമ്പി റോഡിൽ ഒളിവിൽ താമസിച്ചു വരവെയാണ് അറസ്റ്റിലായത്. ഇൻസ്പെക്ടർ അരുൺ BKയുടെ നേതൃത്വത്തിൽ SI തോമസ്, ജെയ്സൺ, CPOമാരായ വിപിൻ കൊല്ലറ, ബിനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള ആനപ്പാറ ജൂബിലി നഗർ ദൈവമാതാ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. ദേശീയ പതാക വന്ദനം, തിരുനാൾ പാട്ടുകുർബാന, സന്ദേശം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഫാദർ ബിനേഷ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
ഫാദർ ജോസ് കേളംപറമ്പിൽ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിപുലമായ പരിപാടികൾ ഒഴിവാക്കി. മീഡിയ ടൈം വാർത്താ ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സാന്ത്വനവുമായി MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ 300 വീട്ടുകാർക്ക് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.